RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 29 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ഉപകാരപ്രദമാണ്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ആനുകാലിക വിശേഷങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ഏതാണ്? ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ഏതാണ്? വിച്ച് ബാങ്ക് ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദി ബെസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ്? വിച്ച് ബാങ്ക് ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദി ബെസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ്? DBS ആണ്. DBS എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് സിംഗപ്പൂർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് സിംഗപ്പൂർ, DBS. അത് രൂപീകരിച്ചത് 16 ജൂലൈ 1968 16 ജൂലൈ 1968 ആണ് ഇതിന്റെ രൂപീകരണ ഫോർമേഷൻ. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത്, ആസ്ഥാനം എന്ന് പറയുന്നത് സിംഗപ്പൂർ തന്നെയാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ബാങ്ക് ഏതാണ്? ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് സിംഗപ്പൂർ, DBS ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി സംയോജിത എയർ ആംബുലൻസ് സേവനം ആരംഭിച്ച സംസ്ഥാന സർക്കാർ ഏത്? ഇന്ത്യയിൽ ആദ്യമായി സംയോജിത എയർ ആംബുലൻസ് സേവനം ആരംഭിച്ച സംസ്ഥാന സർക്കാർ ഏത്? വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് സ്റ്റാർട്ടഡ് ഇന്ത്യാസ് ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ്? വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് സ്റ്റാർട്ടഡ് ഇന്ത്യാസ് ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ്? നമുക്ക് നോക്കാം. കർണാടകയാണ് എയർ ആംബുലൻസ് സർവീസ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം. കർണാടക, എയർ ആംബുലൻസ് സർവീസ് കർണാടക. ഇനി കർണാടകയെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ക്യാപിറ്റൽ, തലസ്ഥാനം ഏതാണ്? ബംഗളൂരു. തലസ്ഥാനം ബംഗളൂരു. ചീഫ് മിനിസ്റ്റർ ആരാണ്? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് BS യെദ്യൂരപ്പയാണ്. BS യെദ്യൂരപ്പ. അതുപോലെ അവിടെയുള്ള ലോക്സഭാ സീറ്റിന്റെ എണ്ണം, കർണാടകയിലുള്ള ലോക്സഭാ സീറ്റിന്റെ എണ്ണം 28 ആണ്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 28. കേരളത്തിൽ 20 ആണെന്ന് നമുക്കറിയാം. രാജ്യസഭാ സീറ്റ്, കർണാടകയിലുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 12 ആണ്. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ് നമുക്കറിയാം. അതേപോലെ വിധാൻസഭാ സീറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 224. കേരളത്തിൽ 140 ആണ്. ഒന്ന് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ കൂടെ കൂട്ടി 141 വരും. അതേപോലെ ഇവിടെയും അങ്ങനെയുണ്ട്, 225 വരും. പക്ഷേ വിധാൻസഭാ സീറ്റ് എന്ന് പറയുന്നത് 224, ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് 224 ആണ്. ഇപ്പൊ ലോക്സഭാ സീറ്റ് 28, രാജ്യസഭാ സീറ്റ് 12, വിധാനസഭാ സീറ്റ് 224. എയർ ആംബുലൻസ് സർവീസ് ആരംഭിച്ചത് ആദ്യ സംസ്ഥാനം കർണാടകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഈ അടുത്തായിട്ടാണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത്. ഹു ഹാസ് ബീൻ എലക്ടഡ് ആസ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ? ഹു ഹാസ് ബീൻ എലക്ടഡ് ആസ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി ചെയർമാനായി തെരഞ്ഞെടുത്തത് ഹരിവംശ നാരായൺ സിംഗ് ആണ്. ആരാണ്? ഹരിവംശ നാരായൺ സിംഗ്. എന്നാൽ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ ഓഫ് രാജ്യസഭ, ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ആരാണ്? വെങ്കയ്യ നായിഡു ആണ് ചെയർമാൻ. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് തന്നെയാണ്. രാജ്യസഭയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. എന്നാൽ ഡെപ്യൂട്ടി ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഹരിവംശ് നാരായൺ സിംഗ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. 2020 നവംബറിൽ ഫിഫ പുറത്തിറക്കിയ അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 2020 നവംബറിൽ ഫിഫ പുറത്തിറക്കിയ അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക്, ഫുട്ബോൾ ഫെഡറേഷൻ ആണ്, ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഈ ഫിഫ. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ ഇന്റർനാഷണൽ റാങ്കിങ്സ് റിലീസ്ഡ് ബൈ ഫിഫ ഫോർ നവംബർ 2020? What is the rank of India in the international rankings released by FIFA? FIFA എന്ന് പറഞ്ഞ ഫുട്ബോൾ അസോസിയേഷൻ ആണ്. അത് ശ്രദ്ധിക്കുക. ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ, ഇന്റർനാഷണൽ ഓഫ് ഫുട്ബോൾ അസോസിയേഷൻ ആണ് എന്ത്? ഫിഫ. അത് പുറത്തിറക്കിയ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാവുന്നതാണ്? 104ാമത്തെ റാങ്കാണ് ഇന്ത്യയുടെ സ്ഥാനം. കഴിഞ്ഞ മാസം 108 ആയിരുന്നു. നവംബർ മാസം ഈ മാസം വന്നപ്പോൾ 104ലേക്ക് ഇന്ത്യ മുന്നിലേക്ക് കയറിയിരിക്കുന്നു. ഫിഫ റാങ്കിങ് നോക്കുക. 1ാം റാങ്ക് ഫുട്ബോളിലെ 1ാം റാങ്ക് ബെൽജിയത്തിനാണ്. 2ാം റാങ്ക് ഫ്രാൻസ്, 3 ബ്രസീൽ, 4 ഇംഗ്ലണ്ട്, 5 പോർച്ചുഗൽ, 6 സ്പെയിൻ. ഈ രീതിയിലാണ് ഇപ്പോൾ റാങ്കിങ് ക്രമം. 1 ബെൽജിയം, 2 ഫ്രാൻസ്, 3 ബ്രസീൽ, 4 ഇംഗ്ലണ്ട്, 5 പോർച്ചുഗൽ, 6 സ്പെയിൻ. ഫിഫ റാങ്കിങ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 104. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. സൺക്രീം നിരോധിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? സൺക്രീം. വിച്ച് വാസ് ദി ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ബാൻ സൺക്രീം? വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ബാൻ സൺക്രീം? സൺക്രീം നിരോധിച്ച ലോകത്തിലെ ആദ്യ രാജ്യം പലാവു ആണ്. പലാവു നിരോധിക്കാനുള്ള കാരണം ഇവിടെ പറയുന്നുണ്ട്. പസഫിക് നേഷൻ ഓഫ് പലാവു ഹാസ് ബിക്കം ദ ഫസ്റ്റ് കൺട്രി ടു ബാൻ സൺക്രീം ദാറ്റ് ഈസ് ഹാംഫുൾ ടു കോറൽസ് ആൻഡ് സീ ലൈഫ്.
ദാറ്റ് ഈസ് ഹാംഫുൾ ടു കോറൽസ് ആൻഡ് സീ ലൈഫ്. അത് പവിഴപ്പുറ്റുകളെ ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ടാണ് ഈ പലാവുവില് സൺക്രീം നിരോധിച്ചത്. പവിഴപ്പുറ്റുകളെ ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ടാണ് ചെയ്യുന്നത് പലാവുവില് സൺക്രീം നിരോധിച്ചത്. എന്താണ്? പവിഴപ്പുറ്റുകളെ ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ടാണ് പലാവില് സൺക്രീം നിരോധിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആരുടെ പുതിയ രചനയാണ് ഇക്കാബോഗ്? ഇക്കാബോഗ് ആരുടെ പുതിയ രചനയാണ്? ഹൂസ് ന്യൂ വർക്ക് ഈസ് ഇക്കാബോഗ്? ആരുടെ പുതിയ രചനയാണ് ഇക്കാബോഗ്? ശ്രദ്ധിക്കുക, ഇക്കാബോഗ് JK റൗളിങ്ങിൻ്റെയാണ്. JK റൗളിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാം. ബ്രിട്ടീഷ് എഴുത്തുകാരി JK റൗളിങ് ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ്. അവരുടെ ശ്രദ്ധേയ രചനകൾ വളരെ പ്രസിദ്ധമായ ഹാരി പോട്ടർ സീരീസ് JK റൗളിങ്ങിൻ്റെയാണ്. അവർ ഇപ്പോഴത്തെ രചന ഇക്കാബോഗ്. അതേപോലെ കോർമോറൻ സ്ട്രൈക്ക് സീരീസ് അവരുടെ പ്രസിദ്ധമായ രചനയാണ്. കോർമോറൻ സ്ട്രൈക്ക് സീരീസ് നിങ്ങൾക്ക് ഹാരി പോട്ടർ അറിയായിരിക്കും എങ്കിൽ കോർമോറൻ സ്ട്രൈക്ക് സീരീസും JK റൗളിങ്ങിന്റെ പ്രസിദ്ധമായ രചനയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭാരതത്തിലെ 90% കുട്ടികളിലും പ്രതിരോധ മരുന്ന് കുത്തിവയ്പ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഭാരതത്തിലെ 90% കുട്ടികളിലും പ്രതിരോധ മരുന്ന് കുത്തിവയ്പ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? വിച്ച് സ്കീം വാസ് സ്റ്റാർട്ടഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ടു വാക്സിനേറ്റ് 90% of the children in India? Which scheme was started by the central government to vaccinate 90% of the children in India? ഭാരതത്തിലെ 90% കുട്ടികളിലും പ്രതിരോധ മരുന്ന് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി മിഷൻ ഇന്ദ്രധനുസ് എന്നാണ്. അതിന്റെ പേരെന്താണ്? മിഷൻ ഇന്ദ്രധനുസ്. അപ്പൊ ആരോഗ്യ പദ്ധതി ആയതുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ, ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പേരെന്താണ്? ഡോക്ടർ ഹർഷവർദ്ധനാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പേര് ഹർഷവർദ്ധൻ. അതേപോലെ മിഷൻ ഇന്ദ്രധനുസ് സ്റ്റാർട്ട് ചെയ്തത്, അത് ലോഞ്ച് ആരംഭിച്ചത് 2014 ഡിസംബർ 25-നാണ്. എന്നാൽ ഇപ്പോഴാണ് എല്ലാ ജില്ലകളിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം വന്നത്. ഇന്ത്യസ് ഫസ്റ്റ് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരായിരുന്നു? ഇപ്പോഴത്തെ ഡോക്ടർ ഹർഷവർദ്ധൻ. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് രാജ്കുമാരി അമൃത് കൗർ ആണ്. രാജ്കുമാരി അമൃത് കൗർ, അതും കൂടെ ശ്രദ്ധിക്കുക, രാജ്കുമാരി അമൃത് കൗർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8. പവർ ടു എംപവർ ഏത് കേന്ദ്ര പദ്ധതിയുടെ മുഖവാക്യമാണ്? പവർ ടു എംപവർ ഏത് കേന്ദ്ര പദ്ധതിയുടെ മുഖവാക്യമാണ്? പവർ ടു എംപവർ ഈസ് ദി മോട്ടോ ഓഫ് വിച്ച് സെൻട്രൽ പ്രോജക്ട്? പവർ ടു എംപവർ ഈസ് ദി മോട്ടോ ഓഫ് വിച്ച് സെൻട്രൽ പ്രോജക്ട്? പവർ ടു എംപവർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യയുടെ മുഖവാക്യമാണ്. ഡിജിറ്റൽ ഇന്ത്യ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9. ഏത് രാജ്യം വിക്ഷേപിച്ച പ്രഥമ സായുധ സേനാ ഉപഗ്രഹമാണ് നൂർ? ഏത് രാജ്യം വിക്ഷേപിച്ച പ്രഥമ സായുധ സേനാ ഉപഗ്രഹമാണ് നൂർ? നൂർ വാസ് ദി ഫസ്റ്റ് ആംഡ് ഫോഴ്സസ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ വിച്ച് കൺട്രി? നൂർ വാസ് ദി ഫസ്റ്റ് ആംഡ് ഫോഴ്സസ് സാറ്റലൈറ്റ് launched by which country? ഏത് രാജ്യം വിക്ഷേപിച്ച പ്രഥമ സായുധ സേനാ ഉപഗ്രഹമാണ് നൂർ? ഇറാൻ വിക്ഷേപിച്ച പ്രഥമ സായുധ സേനാ ഉപഗ്രഹമാണ് നൂർ. ഈ ചാനൽ ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി, അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.